കുഞ്ഞനായിരുന്ന ഒരു കുട്ടി ഡൈനോസർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആഹാരമാക്കിയിരുന്ന ഒരു ഭീകരൻ ഡൈനോസറിനെ നേരിട്ട് അവിടെ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കുന്ന കഥ പറഞ്ഞ ഡൈനോ കിങ് ജേർണി ടു ദ ഫയർ മൗണ്ടൻ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജൂനിയർ എന്ന് പേരുള്ള ടർബോസോറസിനെ കാണുകയാണ്. അവൻ ഇത്തവണ ഇര പിടിക്കാൻ പോയിട്ട് ആ ഇര തന്നെ നമ്മുടെ ജൂനിയറിനെ പേടിപ്പിച്ചോടിക്കുന്നു. ഇത് കണ്ട ജൂനിയറിന്റെ അച്ഛനായ സ്പെക്കിൾസ്, നീ നമ്മുടെ വംശത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുമല്ലോടെ എന്ന് പറയുന്നുണ്ട്. മോനെ, നമ്മൾ ടർബോസോറസുകൾ ഡൈനോസേഴ്സിന്റെ രാജാവാണ്, നീ ഇങ്ങനെയൊന്നും ആയാ പോരാ, നീ ഇര പിടിക്കാൻ പഠിക്കണമെന്ന് സ്പെക്കിൾസ് പറയുന്നു. പിറ്റേന്നും സ്പെക്കിൾസ് ജൂനിയറിനെ കൊണ്ട് ഇര പിടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഇരയാകേണ്ടിയിരുന്ന ആ ഡൈനോസർ ജൂനിയറിനെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. ആഴമില്ലാതിരുന്ന ആ ആറ്റിൽ കിടന്ന് നമ്മുടെ ജൂനിയർ കൈകാലിട്ട് അടിക്കുമ്പോൾ അവിടേക്ക് എത്തിയ സ്പെക്കിൾസ്, എന്തോന്നടേ ചുമ്മാ അഭിനയിക്കാതടേ എന്ന് പറഞ്ഞിട്ട് ജൂനിയറിനെ വീണ്ടും വഴക്ക് പറയുന്നു. ഇതൊക്കെ കേട്ട് മനംനൊന്ത് നമ്മുടെ ജൂനിയർ സങ്കടപ്പെട്ട് കൂട്ടിൽ വന്നിരിക്കുവാണ്. അവന് അവന്റെ അമ്മയുടെ ഓർമ്മകൾ വന്നു. ജൂനിയർ കുഞ്ഞായിരുന്ന സമയത്ത് വെള്ളത്തിൽ വീണു. അങ്ങനെ അവൻ വെള്ളത്തിൽ വീണപ്പോ അവനെ രക്ഷിക്കാനായിട്ട് അവന്റെ അമ്മയും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അവനെ രക്ഷിച്ചെങ്കിലും അവന്റെ അമ്മ പിന്നീട് കയറി വന്നില്ല. അന്ന് തൊട്ട് സ്പെക്കിൾസും ജൂനിയറും ഒറ്റയ്ക്കാണ്. അമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് ജൂനിയർ ഓർക്കുമ്പോൾ സ്പെക്കിൾസും ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓർക്കുകയാണ്. അതേ സമയത്ത് ഉൽക്കാപതനം കണ്ട നമ്മുടെ സ്പെക്കിൾസ് ജൂനിയറിനടുത്തേക്ക് വന്ന്, നമ്മൾക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടണം, ഈ സ്ഥലം നശിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. കാരണം ക്രെട്ടേഷ്യസ് യുഗത്തിന്റെ തന്നെ അവസാനം അടുത്തിരിക്കുന്നു. പിറ്റേന്ന് അച്ഛനെ ഒന്ന് അമ്പരപ്പിക്കാനായിട്ട് ജൂനിയർ ഒരു പാരാസോറോലോഫസസിന്റെ കൂട്ടത്തിനരികിലേക്ക് പോയിട്ട് അവയെ വേട്ടയാടാൻ ശ്രമിച്ചു. എന്നാൽ ജൂനിയറിനെ അവർ പേടിപ്പിക്കുവാണ് ചെയ്തത്. അന്നേരം അവിടേക്ക് എത്തിയ 3 റാപ്റ്റേഴ്സ് നമ്മുടെ ജൂനിയറിനെ തട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട സ്പെക്കിള് അവരുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ഒരിടയ്ക്ക് പാലം കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പെക്കിൾ നേരെ വെള്ളത്തിലേക്ക് വീണു. അവന് ബോധം വന്ന് തിരികെ വന്ന് നോക്കുമ്പോൾ ജൂനിയറിനെയും കാണുന്നില്ല, ആ 3 റാപ്റ്റേഴ്സിനെയും കാണുന്നില്ല. എന്നാലും ജൂനിയറിന്റെ മണം സ്പെക്കിൾസിന് കിട്ടുന്നുണ്ട്. ആ മണത്തെ പിന്തുടർന്ന് നമ്മുടെ സ്പെക്കിൾസ് പിന്നെയും പോയി. പക്ഷെ മഴ പെയ്തതോട് കൂടിയിട്ട് ആ മണവും സ്പെക്കിൾസിന് നഷ്ടമാകുന്നു. ജൂനിയർ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു മലയിടുക്ക് പ്രദേശത്തായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അവനെ പോലെ തന്നെ ഒരുപാട് ഡൈനോസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ തെരസിനോസോറസ് ആയിട്ടുള്ള സ്ലാഷ് വന്ന് നമ്മുടെ ജൂനിയറിനെ ചുമ്മാ ബുള്ളി ചെയ്യുന്നു. അന്നേരം ടർബോസോറസ് കുഞ്ഞായിട്ടുള്ള ബ്ലൂ എന്ന ഡൈനോസർ വന്ന് നമ്മുടെ ജൂനിയറിനെ രക്ഷിക്കുകയാണ്. സ്ലാഷിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബ്ലേഡ് എന്ന ഡൈനോസറും നമ്മുടെ ജൂനിയറിനെ ചുമ്മാ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നേരത്തെ അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന ആ 3 റാപ്റ്റേഴ്സ് ഇവർക്കരികിലേക്ക് വരുന്നത്. ഇത് കണ്ട ജൂനിയർ ബ്ലൂവിനോട് ഇതെന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ഇവന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, എന്നിട്ട് നമ്മളിൽ ഓരോരുത്തരെയായി പിടിച്ചോണ്ട് പോകുമെന്ന് ബ്ലൂ പറയുകയാണ്. നമ്മുടെ സ്പെക്കിള് ഇപ്പോഴും ജൂനിയറിനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ സ്പെക്കിള് തളർന്നു വീണ് കിടക്കുമ്പോൾ ആ പരിസരത്തായിട്ട് സയ എന്ന് പേരുള്ള ഒരു ആങ്കലോസോറസ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ സ്പെക്കിൾസ് ടർബോസോറസ് ആണ്, അതായത് ഒരു പ്രിഡേറ്റർ ആണ്. അപ്പൊ നമ്മുടെ സയയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് സയ കരച്ചിലായി. എന്നാൽ അത് കേട്ട സ്പെക്കിൾ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, ഞാൻ എന്റെ മകനെ നോക്കാൻ വന്നതാ, അവനെ 3 റാപ്റ്റേഴ്സ് പിടിച്ചോണ്ട് പോയി എന്ന് സയയോട് പറയുന്നു. റാപ്റ്റേഴ്സോ? ഞാനും ആ റാപ്റ്റേഴ്സിനെ തിരഞ്ഞാണ് നടക്കുന്നതെന്ന് സയ പറഞ്ഞു. എന്റെ സുഹൃത്തായിട്ടുള്ള ഡെയ്സിയെയും അവന്മാര് പിടിച്ചോണ്ട് പോയി, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, എനിക്ക് അവരുടെ മണം അറിയാമെന്ന് സയ പറയുകയാണ്. ഇവനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വഴി കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായ സ്പെക്കിൾസ് സയയോട് എന്റെ കൂടെ വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് യാത്രയായി. ഇപ്പൊ നമ്മുടെ ജൂനിയറിനെ നോക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് ഗുഹകളുണ്ട്. അപ്പോ അതിലേതെങ്കിലും ഒന്നിൽ അന്തി ഉറങ്ങാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഡൈനോസാരും ജൂനിയറിനെ കൂടെ കൂട്ടുന്നില്ല. അവിടെ എല്ലാവരും കാഷ്ടിക്കുന്ന ഒരു ഗുഹയുണ്ട്. അതിനകത്ത് ജൂനിയർ ഡസ്റ്റി എന്ന പേരുള്ള ട്രൈസെറാപ്റ്ററിനെ കാണുകയാണ്. അവൻ ഒരു കൂസലുമില്ലാതെ അവനോടൊപ്പം തന്നെ ചിലവഴിക്കാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് ബ്ലൂവും അവരോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്പെക്കിളും സയയും കൂടെ ഒരു മലയിടുക്കിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറെ വിഷത്തേളുകൾ ഉണ്ടായിരുന്നു. ആ വിഷത്തേളുകൾ ഇവരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. സ്പെക്കിളിന് വലിയ വലിയ ജീവികളുമാണെങ്കിൽ ആക്രമിച്ച് പ്രതിരോധിച്ച് അവയെ കീഴ്പ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഈ വിഷത്തേളുകളുടെ വാലിൽ വിഷമുണ്ട്.
ഇവരെ പ്രതിരോധിക്കുന്നതിന്റെ ഇടയ്ക്ക് അവയിലൊന്ന് നമ്മുടെ സ്പെക്കിളിനെ കുത്തുകയാണ്. അതോടെ അവന്റെ ശരീരത്തിൽ വിഷം പടർന്നുകൊണ്ടേയിരുന്നു. ക്ഷീണിച്ചു പോകുന്ന നമ്മുടെ സ്പെക്കിളിനോട് സയ നമുക്ക് കുറച്ചു നേരം വിശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് എന്റെ മകനെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് സ്പെക്കിൾ പറയുന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്ക് സ്പെക്കിൾ തളർന്നു വീഴുകയാണ്. അപ്പോഴും ഒരു മരുഭൂമി പോലുള്ള സ്ഥലത്താണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു മരുപ്പച്ച പോലെ ജൂനിയറിനെ അയാൾ കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ സ്പെക്കിൾ ഉണ്ടായിരുന്നത് ഒരു ഗുഹയിലാണ്. സയ അവനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു പെൺ ടെർബോസോറസ് ആയിട്ടുള്ള ഫാങ് അവിടേക്ക് വരുന്നത്. നമ്മുടെ സ്പെക്കിളിനെ ശുശ്രൂഷിക്കുന്ന അവള് സയയെ ആഹാരമാക്കാൻ തുനിയുന്നു. എന്നാൽ സ്പെക്കിൾ എഴുന്നേറ്റ് അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഫാങ്ങിന്റെ മകളായിട്ടുള്ള ബ്ലൂവിനെയും റാപ്റ്റേഴ്സ് തട്ടിക്കൊണ്ടുപോയി. അപ്പൊ അവരെ കണ്ടുപിടിക്കാനായിട്ടാണ് ഫാങ് നടക്കുന്നത്. അതായത് ജൂനിയറിന്റെ കൂടെയുള്ള അവിടെയുള്ള ആ ടെർബോസോറസിന്റെ അമ്മയാണ് നമ്മുടെ ഫാങ്. ഇവര് 3 പേരും ഒന്നിച്ചങ്ങനെ മക്കളെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇപ്പൊ ഈ കുട്ടി ഡൈനോസിന് റാപ്റ്റേഴ്സ് ഇറച്ചി കഷ്ണം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു. ഡസ്റ്റി ഒരു പാവം പിടിച്ചവനാണ്. അതെടുത്തോണ്ട് വന്ന ഇറച്ചിയാണെങ്കിൽ ഒരു പക്ഷി ഡൈനോസർ ആയിട്ടുള്ള ഡൂസൻ വന്ന് കൊണ്ടുപോയി. ഇത് കണ്ട ജൂനിയർ അവനെ സഹായിക്കാനായിട്ട് അവന്റെ കയ്യിലുള്ള ഒരു ഇറച്ചി പീസ് നമ്മുടെ ഡസ്റ്റിക്ക് കൊണ്ടുപോയി കൊടുത്തു. ബ്ലൂവും ഇതുപോലെ ചെയ്യുകയാണ്. അവര് 3 പേരും ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. ബ്ലൂവിന് കുറെയൊക്കെ അഭ്യാസങ്ങൾ അറിയാം. അവള് കല്ലൊക്കെ വാലുകൊണ്ട് തട്ടിയിടുന്നത് ജൂനിയറിനെയും ഡസ്റ്റിയെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ സ്ലാഷ് ഉണ്ടല്ലോ, സ്ലാഷും ബ്ലേഡും ഇവരെ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ആ റാപ്റ്റേഴ്സ് ഡസ്റ്റിയെ പിടിച്ചുകൊണ്ട് പോയി. രാത്രിയില് ജൂനിയറിന് ഉറക്കം കിട്ടുന്നില്ല. ഡസ്റ്റിയെ രക്ഷിക്കണമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് ഡൂസനെ പിടിച്ചു വെച്ച ജൂനിയറും ബ്ലൂവും മുകളിൽ എന്താണെന്ന് ചോദിക്കുന്നു. മുകളിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്. അതിനകത്ത് ഒരു ഭീകരൻ ഡൈനോസർ ഉണ്ട്. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഭക്ഷണമാക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഡൈനോസേഴ്സിനെ ഈ റാപ്റ്റേഴ്സ് പിടിച്ചോണ്ട് പോകുന്നതെന്ന് ഡൂസൻ പറയുന്നു. ഇത് കേട്ട ജൂനിയറും ബ്ലൂവും എങ്ങനെ എന്തായാലും ഡസ്റ്റിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സ്ലാഷ് പക്ഷേ നിങ്ങളെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത്തവണ ബ്ലേഡ് ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ സ്പെക്കിളും ഫാങ്ങും സയയും ചേർന്ന് ഒരു വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരുപാട് പുക്യാങ്കോസോറസുകളെ കാണുന്നുണ്ട്. അവയുടെ മുട്ടകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാർണറ്റോറസിൽ നിന്ന് നമ്മുടെ ഫാങ് പുക്യാങ്കോസോറസ് മുട്ടകൾ രക്ഷിക്കുന്നു. എന്നാൽ സ്പെക്കിള് നീ എന്തിനു വേണ്ടിയിട്ടാ അതിലൊക്കെ പോയി ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കേണ്ട ഒരു കാര്യവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഫാങ്. അങ്ങനെ സ്പെക്കിളും അവളെ സഹായിക്കുന്നു. കാർണറ്റോറസുകളെ അവരിവിടെ നിന്ന് ഓടിച്ചു വിട്ടു. പുക്യാങ്കോസോറസുകളുടെ മുട്ട വിരിയുന്നത് കണ്ട് ഇവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ജൂനിയറും ബ്ലൂവും ബ്ലേഡും ചേർന്ന് ബാക്കി എല്ലാ ഡൈനോസേഴ്സിനെ വിളിച്ചു ചേർത്ത് പറഞ്ഞു, ഇവിടെ ആകെ കൂടി സെക്യൂരിറ്റിക്കായിട്ട് 3 റാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഡൂസനോട് അവയെ നിരീക്ഷിക്കാനായിട്ടും ഇവര് പറയുകയാണ്. കൂട്ടത്തിലെ ഒരു റാപ്റ്റർ ഉറങ്ങിയ സമയത്ത് ഡൂസൻ അക്കാര്യം വന്ന് ജൂനിയറിനോട് പറഞ്ഞു. നമ്മുടെ ബ്ലൂവും ബ്ലേഡും കൂടിയിട്ട് ബാക്കി 2 എണ്ണത്തിന് ശ്രദ്ധ തിരിക്കാനായിട്ട് പോകുന്നു. എന്നാൽ ആ 3ാമതൊരെണ്ണം കിടന്നുറങ്ങിയിരുന്നല്ലോ, അവനും എഴുന്നേറ്റ് വരികയാണ്. ഇവരങ്ങനെ ആ 3 റാപ്റ്റേഴ്സിനെയും ഒരുവിധം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് മുകളിലെത്തി നോക്കുമ്പോൾ സ്ലാഷ് ഇവരെ ചതിച്ചിട്ടുണ്ടായിരുന്നു. സ്ലാഷ് ഓൾറെഡി ഇവരുടെ പ്ലാൻ അവിടെയുള്ളവരോട് അറിയിച്ച് അവിടെ വേറെയും 3 റാപ്റ്റേഴ്സ് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ജൂനിയറിനും ബ്ലൂവിനും ബ്ലേഡിനും അവിടെ ശരിക്ക് പോരാടേണ്ടതായിട്ട് വരികയാണ്. എന്നാൽ മുകളിലുണ്ടായിരുന്ന അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബ്ലേഡ് മറ്റെവിടേക്കും മാറി നിന്നപ്പോൾ ജൂനിയറിനെയും ബ്ലൂവിനെയും ഇവരെ നേരിടാനായിട്ട് വരുന്നു. സ്ലാഷിനോട് നിന്നെ കൂടി രക്ഷപ്പെടുത്താനല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ കൂടെ നിന്നാ എന്നെ ഇവര് നേതാവാക്കുമെന്നാണ് സ്ലാഷ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സയ ഏകദേശം ഈ പരിസരത്ത് എത്തിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് ആ റാപ്റ്റേഴ്സിന്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. നോക്കുമ്പോൾ ആ റാപ്റ്റേഴ്സ് ഇപ്പോ ഇവരുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്പെക്കിളിനെ അവര് കണ്ടിട്ടില്ല. സയയുടെ അടുത്തേക്കാണ് അവർ വന്നത്. ഫാങ്ങും സ്പെക്കിളും ചേർന്ന് ആ റാപ്റ്റേഴ്സിൽ 2 എണ്ണത്തെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. സയ പറഞ്ഞു, ആ ബാക്കി വന്ന ഒന്നിനെ എനിക്ക് പ്രതികാരം വീട്ടാൻ താ എന്ന് പറഞ്ഞ് വാലുകൊണ്ട് ആ ഒരു റാപ്റ്ററിനെ മലയുടെ മുകളിൽ നിന്ന് അവൻ താഴേക്കിടുന്നു. ഇവരൊരു മലയിടുക്കിലൂടെ കടന്നിട്ട് വേണം അഗ്നിപർവ്വതത്തിന്റെ അടുത്തെത്താൻ. എന്നാൽ പാറ പൊട്ടി വീണ് ഈ ഒരു മലയിടുക്ക് അടഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇവരെ സഹായിച്ച പുക്യാങ്കോസോറസുകൾ അവിടേക്ക് വന്ന് നേരത്തെ ഇവര് ചെയ്ത സഹായത്തിന് പ്രത്യുപകാരമായിട്ട് ഈ മലയിടുക്കിൽ വീണ പാറകളെല്ലാം എടുത്തു മാറ്റി കൊടുക്കുന്നു. ഇവരവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്ലേഡ്
അവൻ ശരിക്കൊരു തുറങ്കലിലാണ് വീണിരുന്നത്. അവൻ പുറത്തേക്ക് വന്ന് അവിടെ കൂടിയിരിക്കുന്ന ബാക്കി ഡൈനോകളോട് എല്ലാവരോടും ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് വരൂ എന്ന് പറയുന്നു. അങ്ങനെ ഈ ഡൈനോസ് എല്ലാം തന്നെ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും നമ്മുടെ സ്പെക്കിളും ഫാങ്ങും സയയും കൂടെ ഈ പരിസരത്തേക്ക് വന്നിരുന്നു. അവര് ജൂനിയറിനെയും ബ്ലൂവിനെയും തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ജൂനിയറും ബ്ലൂവും അഗ്നിപർവ്വതത്തിന്റെ അകത്തിരിക്കുന്ന ഡസ്റ്റിയെ രക്ഷപ്പെടുത്താനായിട്ട് അവിടേക്കുള്ള വഴി തിരയുമ്പോൾ സ്ലാഷ് റാപ്റ്റേഴ്സിനെ കൂട്ടിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോ താഴെ തീ ലാവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ മുകളിലുള്ള പാലത്തിലായിട്ടാണ് അടിപിടി നടക്കുന്നത്. നമ്മുടെ ജൂനിയറിനെ സ്ലാഷ് തട്ടി താഴേക്കിടാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ജൂനിയർ അവനെയും പിടിച്ച് താഴേക്കിടാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും ഇപ്പൊ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ജൂനിയറിനെ ബ്ലൂവും ബ്ലേഡും കൂടി രക്ഷപ്പെടുത്തി. സ്ലാഷിന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. അങ്ങനെ ഇവര് മുകളിലേക്ക് എത്തിയിട്ട് നേരെ പോകുന്നത് ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് ഒരു 6 കടന്നു വേണം പോകാനായിട്ട്, അല്ല എങ്കിൽ അവർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. വെള്ളം പേടിയുണ്ടായിരുന്ന ജൂനിയർ അവന്റെ അച്ഛനെ മനസ്സിലോർത്ത് നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് ഇവര് 3 പേരും ചേർന്ന് ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ അകത്തേക്ക് എത്തുകയാണ്. പുറത്ത് സ്പെക്കിളും ഫാങ്ങും സയയും ഇവരിങ്ങോട്ട് വരുന്നതിനെ കുറിച്ചെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് ഡസ്റ്റിയെ വീണ്ടും ഇവര് കണ്ടുമുട്ടുകയാണ്. ജൂനിയറിന് ഒരുപാട് സന്തോഷം തോന്നി. ഡസ്റ്റി പറഞ്ഞു, ഇവിടെ 3 മ്യൂട്ടന്റ് ആയിട്ടുള്ള ഡൈനോ കുട്ടികളുണ്ട്. അവയ്ക്ക് കളിക്കാൻ വേണ്ടിയാണ് ഇവരെന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. കളിച്ചു മതിയാകുമ്പോൾ അവർ ഇരയെ ആഹാരമാക്കും. ഇവർക്കൊരു അമ്മയുണ്ട്, ഒരു വല്ലാത്ത ജാതി റെഡ് റാപ്റ്റർ, അതും അവിടെയുണ്ട്. അവരെ എല്ലാവരെയും നേരിട്ടാൽ മാത്രമാണ് നമുക്കിവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ എന്ന് ഡസ്റ്റി പറഞ്ഞു. അപ്പോഴേക്ക് സ്പെക്കിളും ഫാങ്ങും സയയും കൂടെ ഇതിനകത്തേക്ക് വരികയാണ്. ഇവിടെ ഗംഭീരമായിട്ടുള്ള അടിയാണ് നടക്കുന്നത്. റെഡ് റാപ്റ്റർ എന്ന് പറഞ്ഞ അത്രയ്ക്ക് ഭീകരനായിട്ടുള്ള ഒരു ജന്തുവായിരുന്നു അത്. ആ ജന്തു പുറത്തേക്ക് വരുന്നു. ഇവര് തമ്മിലുള്ള ഫൈറ്റിനിടയിൽ നമ്മുടെ ജൂനിയറിന് പരിക്ക് പറ്റുകയാണ്. ജൂനിയർ ബോധരഹിതനായിട്ട് വീഴുന്നു. സ്പെക്കിൾ അത് കണ്ടുകൊണ്ട് എണീക്കടാ എണീക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവനെ ഉണർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അനങ്ങുന്നുകൂടി ഉണ്ടായിരുന്നില്ല. സ്പെക്കിളിന്റെ മനസ്സിൽ മകന്റെ കഴിവ് തിരിച്ചറിയാതെ മകനെ താൻ ഒത്തിരി ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഇപ്പോഴും ജൂനിയറിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ജൂനിയർ അവൻ ഉണരുന്നില്ല. സ്പെക്കിൾ ശരിക്ക് സങ്കടപ്പെട്ട് മകനെ എന്നെ വിട്ടു പോകല്ലേ എന്ന് പറയുന്നു. അപ്പോഴും അവൻ ഉണരുന്നുണ്ടായിരുന്നില്ല. ഡസ്റ്റി അന്നേരം നമ്മുടെ ജൂനിയറിന് അടുക്കലേക്ക് വന്ന് ഒരു പ്രത്യേക ശബ്ദത്തിൽ കരയുകയാണ്. ആ സമയത്ത് നമ്മുടെ സ്പെക്കിൾ ഉണരുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് നീ എന്നെ ഇക്കിളിപ്പെടുത്താതെ എന്ന് പറയുകയാണ്. അവൻ ഉണർന്നത് കണ്ട സ്പെക്കിൾ പറയുന്നു, മോനെ, നിന്റെ കഴിവ് ഒരിക്കലും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. നീ എന്നെക്കാ ധൈര്യശാലിയാണ്. ഇവിടെ ഒരാളെ മാത്രമല്ല 1000 ഡൈനോസേഴ്സിനെയാണ് നീ ഈ ഭീകരന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇനിയും നിന്റെ ധൈര്യം ആവശ്യമുണ്ട് എന്നൊക്കെ സ്പെക്കിൾ ജൂനിയറിനോട് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ ലാവ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു എൻട്രൻസ് അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാനായിട്ടുള്ള വഴിയുമില്ല. ഇവരുടെ അടുത്തേക്ക് ആ റെഡ് റാപ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെക്കിൾ പറഞ്ഞു, ആ റെഡ് റാപ്റ്റർ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ നിന്ന് മാറിക്കൊടുക്കാമെന്ന്. ഇവരവിടെ നിന്ന് മാറിയതും റെഡ് റാപ്റ്റർ ഈ ഒരു മൂടിക്കിടക്കുന്ന വഴിയിലേക്ക് പോയി കുത്തിയതും അവിടുത്തെ പാറയെല്ലാം മാറി ഇവരെല്ലാവരും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ആ റെഡ് റാപ്റ്റർ അഗ്നിപർവ്വതത്തിന്റെ അകത്ത് പുകഞ്ഞ് ഇല്ലാതാവുകയാണ്. പുറത്തെത്തിയ ഇവര് പച്ചപ്പാടവും എല്ലാം കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തോടെ നമ്മുടെ ജൂനിയറും ബ്ലൂവും ഒന്നിച്ച് കളിക്കാനും പോകുന്നു. സയ നേരെ അവന് ജീവിക്കാൻ പറ്റിയ ഒരിടം തേടിയും പോകുന്നു. സ്പെക്കിളും നമ്മുടെ ഫാങ്ങും കൂടി ഒന്നിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് ഡൈനോ കിങ് ജേർണി ടു ദ ഫയർ മൗണ്ടൻ എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതിനൊരു ഫസ്റ്റ് പാർട്ടുണ്ട്. നമ്മൾ ഈ 2 മൂവീസും ചെയ്തതായിരുന്നു. സോ അത് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയേക്കാം. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും വെക്കാവേ. ഇന്നത്തെ ഒരു മൂവി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളുടെ കൗണ്ട് നോക്കിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കഥയ്ക്കിടയിൽ എന്തെങ്കിലും പോരായ്മകളോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ മടിക്കാതെ കമന്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് നല്ലൊരു ഔട്ട്കം നിങ്ങൾക്ക് കൊണ്ടുതരാനായിട്ട് സാധിക്കുകയുള്ളൂ.
നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. കൂടെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാട്ടോ. അപ്പൊ നമുക്കെന്നാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.